ഷോട്ട് ആക്ഷൻ കട്ട്. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ എല്ലായിടത്തും ഇറങ്ങി നടന്നു, ഞങ്ങൾ ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്തോളാം. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഹായ്, പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് രഞ്ജിത്ത് സിനിമ OTT റിലീസിന് ശേഷമുള്ള, നെറ്റ്ഫ്ലിക്സിലാണ് വന്നത്, അതിന് ശേഷമുള്ള റിവ്യൂ ആണ്. രഞ്ജിത്ത് സിനിമ, ഡയറക്ടർ റൈറ്റർ നിഷാന്ത് സട്ടു. ഈ സിനിമയെന്ന് പറഞ്ഞാൽ ടോട്ടലി നോക്കുകയാണെങ്കിൽ ചുമ്മാ സമയം കളയാനായിട്ട് ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം തുടക്കത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു സിനിമയ്ക്കകത്തുള്ളൊരു സിനിമയാണ്. കാരണം ഇതുപോലെ ഇഷ്ടംപോലെ സിനിമ വന്നിട്ടുണ്ട്. സിനിമയ്ക്കകത്ത് തന്നെ സിനിമ ഷൂട്ടിങ് ഇതൊക്കെ ചെയ്യുന്ന കഥ പറയുന്നത്, ഇതൊക്കെ സിനിമയ്ക്കകത്ത് പല സിനിമയിലും വന്നിട്ടുള്ള കഥയാണ്. പിന്നെ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂലൊക്കെ കഴിഞ്ഞിട്ടാണ് തോന്നുന്നു പ്രോപ്പറായിട്ടൊരു കഥയുടെ ഒരു പോക്കെന്ന് തോന്നുന്നത്. ഈ കഥയെന്ന് പറഞ്ഞാൽ പലയിടത്തും പാളിയിട്ടുണ്ട്. കഥ ഒരു പുതുമയൊന്നും ഇല്ലാത്ത നമ്മൾ ഇതിനു മുമ്പ് ഒരു മാനാട് കണ്ടിട്ടുണ്ട്. അയ്യർ ദി ഗ്രേറ്റ്, മമ്മൂക്കയുടെ പഴയ ഒരു സിനിമയുണ്ട്. ഇതേപോലെയൊക്കെ കണ്ടിട്ടുണ്ട്. വരാൻ പോകുന്ന കഥകൾ മുൻകൂട്ടി ഇതേപോലൊക്കെ ഉള്ളൊരു ചെറിയൊരു തട്ടിക്കൂട്ടൊരു പടം. അതാണ് ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റാറിംഗ് എന്ന് പറഞ്ഞാൽ ആസിഫ് അലി, അജു വർഗീസ് ഉണ്ട്, പിന്നെ സൈജു കുറുപ്പ്, പിന്നെ ദുരന്തം, നമിത പ്രമോദ്, ഇവരൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ സിനിമയ്ക്കകത്തുള്ളൊരു സിനിമയില്ല. അപ്പോൾ അതിനകത്ത് അഭിനയിക്കാൻ ഒരു ആക്ടറും ഒരു ആക്ട്രസും ഉണ്ട്. എല്ലാവരും ബോറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരിടത്ത് പോലും ഇപ്പം സാധാരണ ഒരു സിനിമ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ ഒരു സിനിമ നല്ലതാണെങ്കിൽ എൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങൾ വരും. ഇതിനകത്ത് എന്തെങ്കിലും നല്ലതുണ്ടോ എന്ന് നോക്കിയാണ് ഈ സിനിമ കണ്ടത്. ഇപ്പോൾ ആദ്യം തന്നെ നമിത പ്രമോദിനെ കാണിക്കുന്നുണ്ട്, ആക്ട്രസ്, സിനിമയിലെ നടി. നമിത പ്രമോദിനെ കാണിച്ചു കഴിഞ്ഞിട്ട് ആസിഫ് അലിയെ കാണിക്കുന്നുണ്ട്. ആസിഫ് അലിയുടെ ഇൻട്രോ എനിക്ക് ഒരു ഇച്ചിരി ബോറൊന്നുമല്ല, ചെറിയൊരു ചവർ ഇൻട്രോ ആണ്. അപ്പോൾ അങ്ങനെ ഇൻട്രോ ആയിട്ട് വന്ന് കാണുമ്പോഴേ ഇപ്പോൾ നമിത പ്രമോദിനെ കുറേ പേര് ഉപദ്രവിക്കാൻ വരുന്നുണ്ട് വഴിയരികിലൊക്കെ വെച്ച്. അപ്പോൾ ഇവിടെ ഇയാൾ മാസ് കാണിക്കാൻ വേണ്ടി അവിടെ പോയി തല്ലി ഓടിക്കുന്നത്. അപ്പോഴേ കയറി അങ്ങ് നമിത പ്രമോദിൻ്റെ ചെറിയൊരു ഇഷ്ടം ഇങ്ങനെ അങ്ങ് തോന്നി. ഇത് മലയാള സിനിമ തുടങ്ങിയ കാലം, അതായത് ഇപ്പം വിഗതകുമാരൻ തൊട്ട് ഇപ്പം വരെ എല്ലാ ഡയറക്ടർമാരും റൈറ്റർമാരും എല്ലാം എടുത്ത് പെരുമാറുന്ന ഒരു ഇതാണ് ഇപ്പം കാണിക്കുന്നത്. ഇപ്പോഴും അതിന് ഒരു മാറ്റവും ഇല്ല. ഒറ്റ നോട്ടത്തിൽ അങ്ങ് ഇഷ്ടപ്പെടും. അത് എവിടുത്തെ ഇതാണെന്ന് കുറേ ആദ്യത്തെ കുറേ വട്ടമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വെറുക്കാൻ തുടങ്ങും. ഇപ്പോൾ അതാണ് വെറുപ്പിലാണ് കൂടുതലും. നമിത പ്രമോദ് നോക്കാൻ നേരം ക്ലോസപ്പിൻ്റെ ഒക്കെ പരസ്യത്തിന് പോകുന്നതിൻ്റെ തൊട്ട് അതേപോലെയൊക്കെ ഇപ്പോൾ എവിടെ നോക്കിയാലും ചിരിയാണ്. ഒന്നും പറയണ്ട, ചുമ്മാ ഇരുന്ന് ചിരിക്കുന്നതിന് വട്ടെന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെ കാര്യം. പിന്നെ നമിത പ്രമോദിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ആദ്യത്തെ സിനിമ ഇറങ്ങിയത് എനിക്ക് തോന്നുന്നു 2011-12 ആ സമയത്ത് കണ്ടത്. അടുത്തെങ്ങും ഒരു തിയേറ്ററിലും കൂടെ ഉണ്ടായിരുന്നു. അവിടെ മറ്റൊരു മനുഷ്യൻ കയറിയിട്ടൊന്നുമില്ല. ഇപ്പോഴും ഒരു അഭിനയത്തിന് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാത്ത ഒരു ആക്ട്രസ് ആയിപ്പോയി നമിത പ്രമോദ്. ഇപ്പോഴും അത് തന്നെ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ ഇവരെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും വലിയ നല്ലൊരു കാര്യം തന്നെ. കാരണം ഇതുപോലെ എന്നെ ഫീൽഡ് ഔട്ടായിട്ട് നിൽക്കുക, ഇപ്പോഴും ഫീൽഡ് ഔട്ടാണ്. അപ്പം ഇവർക്കൊരു സൈഡിൽ കൂടെ ഒരു ബിസിനസ് തുടങ്ങിയത് നന്നായി. കാരണം അത് വെച്ചെങ്കിലും ജീവിക്കാം. കാരണം ഇവരെ കൊണ്ട് ഇനി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാം ഒരു വെറുപ്പീര് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമിത പ്രമോദിൻ്റെ കാര്യം തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ ആസിഫ് അലിയുടെ ആദ്യത്തെ സിനിമ ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നു 2009 ആ സമയത്താണ്. ഞാൻ 10ാം ക്ലാസ് അവിടെ പഠിക്കുന്ന സമയമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ചെറിയ സിനിമ ഉണ്ട്, എന്ന് വെച്ചാൽ ഈ നീലത്താമര, ആ ഒരു നടനുമായിട്ടൊക്കെ ഒരു സിനിമയുണ്ട്. അതെനിക്കൊന്ന് ഒത്തിരി പഴക്കമുള്ള സിനിമയാണ്. ആ സമയത്ത് തുടങ്ങിയ ആസിഫ് അലി ഇപ്പോഴും ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രൊമോഷൻ കിട്ടാത്ത ഒരു ആക്ടർ, അതാണ് ആസിഫ് അലി എന്ന് പറയുന്നത്. ഇപ്പം അന്നും പറഞ്ഞ് പുള്ളി നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കെട്ടിയുള്ളതാണ് എൻ്റെ മാലാക ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ 2018 പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ഒരു കോപ്രായം കാണിക്കുന്നതിലൂട്ടാണ് എനിക്ക് തോന്നുന്നത്. കോപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സിനിമയെ അനുകരിച്ച് കാണിക്കുന്നില്ല, അതേപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ പോലെ. പിന്നെ സൈജു കുറുപ്പിൻ്റെ നമ്മൾ പൊളിക്കും എന്നുള്ളൊരു ഡയലോഗിൻ്റെ വിട്ട് ഇതിനകത്ത് പുള്ളി ഇച്ചിരി ടെററായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. തുടക്കം തൊട്ടേ ഒരു ടെററായിട്ട് ലുക്കൊക്കെ ആയിട്ട് ടെററായിട്ടൊക്കെ വന്ന് ദേഷ്യം കാണിക്കുന്നുണ്ട്. ആ ദേഷ്യം കാണിക്കുകയാണെങ്കിൽ പുള്ളിയില്ല കോമഡി കാണിച്ചുകൊണ്ട് ദേഷ്യം കാണിക്കുന്ന വിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പല സീനിലും. പിന്നെ പുള്ളിക്ക് ഒരു ദേഷ്യം വരുമ്പം ഈ ഗോൾഫ് കളിക്കുന്ന അതും കൊണ്ട് ഒന്ന് വണ്ടിയെല്ലാം തല്ലി തകർത്തിടും. ഇതാണ് പുള്ളിയുടെ ഒരു ഹോബി. ഇതിനകത്ത് ദേഷ്യമൊക്കെ വരുമ്പോൾ കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നോക്കുവാണെങ്കിൽ എടുത്ത് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ആസിഫ് അലിയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ഒരു ഇതുണ്ട്. അവർക്ക് ഡയലോഗ് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. പിന്നെ ഈ നമിത പ്രമോദും ഈ ആസിഫ് അലിയും കൂടെ ഒരു റൊമാൻറ്റിക് സോങ് ഉണ്ട്. ഈ കണ്ടുമുട്ടുമ്പോഴേ ഒരു ഇഷ്ടം തോന്നില്ല. സാധാരണ മലയാള സിനിമയിൽ കാണുന്നതിൻ്റെ തൊട്ട് മലയാളത്തിലും തെലുങ്കിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇവർ തമ്മിലൊരു സോങ് ഉണ്ട്. അതിനകത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഫുൾ ജാർ സോഡ കുടിക്കുന്നുണ്ട്. ഇവരെ ഒരു ഫുൾ ജാർ സോഡ കുടിക്കുന്നുണ്ട്. ഫുൾ ജാർ സോഡ അറിയാമല്ലോ, ഈ ഗ്ലാസ്സിനകത്ത് ചെറിയ ഗ്ലാസ് അരപ്പിട്ടിട്ട് കുടിക്കുന്നത്. ഇതിനകത്ത് അവർ ഒരു സീനിൽ
ഫുൾ ജാർ സോഡയ്ക്ക് അത് ഇത് അരപ്പിടുന്നത് കാണിക്കുന്നുണ്ട്. അടുത്ത ഷോട്ടിൽ ഈ സാധാ ലൈമായിട്ട് മാറുന്നുണ്ട്. നല്ല മാജിക്കാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് പടം പോയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് തെലകൻ്റെ ഡൂപ്പിനെ കാണിക്കുന്നുണ്ട്. സിനിമയുടെക്കകത്തുള്ള സിനിമയല്ലേ കാണിക്കുന്നത്. കാരണം തെലകൻ്റെ അതേ ശബ്ദം കയറ്റി ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ തെലകൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് പുകഴ്ത്തുന്ന ആളുണ്ടല്ലോ. ആ പുള്ളിയെ തന്നെ ഇതിനകത്ത് കയറ്റി തെലങ്കൻ്റെ ശബ്ദം കൊടുത്ത് കയറ്റിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. അത്രയും ഭാഗം എനിക്ക് തോന്നുന്നു അയാൾ എനിക്ക് തെലങ്കൻ്റെ ഒരു സാമ്യം എനിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ട്. പിന്നെ ടോട്ടലി നോക്കുവാണെങ്കിൽ അവസാനം ഇയാൾ സിനിമ ഒക്കെ റിലീസാകുന്നുണ്ട്. മറ്റേ ഇതിന് മുമ്പ് ബണ്ട്ര അല്ലേട്ട വിട്ട് ബണ്ട്ര അല്ലേട്ട് വിട്ട് സിനിമയൊക്കെ റിലീസായി പടമൊക്കെ ഹിറ്റാകുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാവേ. ഇതിനകത്ത് ഹാരിസ് റേഷനും ഉണ്ട്, അജു വർഗീസും ഉണ്ട്. ഹാരിസ് റേഷൻ ഒരു പ്രൊഡ്യൂസറാണ്, അജു വർഗീസ് ഒരു ആക്ടറായിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഈ ഹാരിസ് റേഷൻ്റെ അടുത്ത് ആണ് ഈ പുള്ളി കഥ പറയുന്നത്. കഥ പറഞ്ഞിട്ട് പുള്ളി പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഹാരിസ് റേഷൻ ഈ ഇപ്പം കഥ കേട്ടിട്ട് തിരുത്തുന്നുണ്ട്. അപ്പോൾ ന്യൂ ഇയർ 2 ദിവസം കഴിഞ്ഞിട്ട് കഥ തിരുത്തിയിട്ട് ചെക്ക് കൊടുക്കുന്ന ഒരു സീനുണ്ട്. അതിന് മുമ്പ് പുള്ളി പറയുന്ന ഒരു ഡയലോഗുണ്ട്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രേക്ഷകർ സ്ക്രീനിൽ കത്തി കയറ്റുമെന്നോ തീ വെക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് സാധാരണ ഈ സിനിമ കാണാൻ തിയേറ്ററിൽ ആളില്ലാഞ്ഞത് നന്നായി, അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും തിയേറ്റർ കത്തിയോ തീയോ വെച്ചേനെ സ്ക്രീനിൽ. അപ്പോൾ പുള്ളി ഈ കാര്യം പറയുവാണെങ്കിൽ കഥയൊന്നും കേൾക്കണ്ട, ഈ ഒരു സിനിമ തന്നെ കഥയൊക്കെ പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. അപ്പം ഇത്രയാണ് തോന്നിയത്. പടം എനിക്ക് ഒരു ബോർ പടമായിട്ട് തന്നെ തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ബൈ.